എൻ്റെ കൂടെ ചിറ്റ്ചാറ്റിലുള്ളത് ശ്രീ അനിൽ കൊടിത്തോട്ടമാണ്. ഇദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ കൂടിയാണ്. സ്ഥിരമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും അപ്ഡേറ്റുകളും കാണാറുണ്ടായിരിക്കും. ഞാൻ ഇദ്ദേഹത്തെ കണ്ട ഒരു പ്രത്യേകത, വളരെ ഷാർപ്പാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഒരു മയവുമില്ല. പറയേണ്ട രീതിയിൽ പറയുന്ന സമയത്ത്, അതായത് ശരിക്കും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹമായിട്ട് സനാതനധർമ്മം, അതാണ് ടോപ്പിക്കിൻ്റെ ചിറ്റ്ചാറ്റ്. പാസ്റ്റർ നമസ്കാരം. ഈ ഒറ്റ വാക്കിൽ പറയണം, നേരത്തെ ഈ പെന്തക്കോസ്ത് സഭയിലെ ആൾക്കാർ ഇത്രയും വലിയ അറ്റാക്കും പ്രശ്നമൊക്കെ ഒന്നും ഉണ്ടാകുമ്പോൾ അവരൊന്നും പ്രതികരിക്കത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ അനിൽ കൊടിത്തോട്ടമാണെങ്കിലും അനിൽകുമാർ അയ്യപ്പനാണെങ്കിലും ജെയ്സൺ ആണെങ്കിലും മറ്റുള്ളവർ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? ഒരു പരിധി വരെ അതിൻ്റെ കാരണം ഈ പ്രതികരിക്കാത്ത ഒരു സമൂഹത്തിന് സർവ്വവിജയനാണ്. ക്രിസ്ത്യാനിറ്റി പ്രതികരിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ റോൾ മോഡൽ സെയിൻറ്റ് പോളാണ്. പോളൊരു റോമൻ പൗരൻ എന്ന നിലയിൽ ഉന്നത റോമൻ പൗരത്വമുള്ള ആളാണ്. അദ്ദേഹം കോടതിയിലേക്ക് കടക്കും മുമ്പ് അദ്ദേഹത്തെ ഉപദ്രവിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ അടിക്കുന്നത് വിഹിതമോ? ആ ചോദ്യം ചോദിച്ചിട്ട് അടിച്ചവന് ഭയന്നു പോയി. കാരണം അന്നത്തെ നിലനിന്നിരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് റോമൻ പൗരനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നെ കാണുന്നുണ്ട്, തൻ്റെ റൈറ്റ്സ് എപ്പോഴും എടുത്തെടുത്ത് പറയും. ലോകത്തെ അനുസരിക്കുമ്പോൾ തന്നെ തൻ്റെ അവകാശങ്ങൾ ഒരിക്കലും ബെഗ് ചെയ്യേണ്ടത് അല്ല, മറിച്ച് അത് സ്ട്രഗിൾ ചെയ്ത് തന്നെ നേടിയെടുക്കേണ്ടതാണ്. അത് ഏതൊരു സാധ്യതയും അതിനു വേണ്ടി നിയമപരമായ ഏത് സാധ്യതയും അതിനുപയോഗിക്കാം എന്നുള്ളതാണ് ഈ മാറ്റത്തിന്റെ പ്രചോദനം. നമ്മൾ ടോപ്പിക്കിലോട്ട് വരാം. എന്താണ് ബേസിക്കലി സനാതനധർമ്മം? ആക്ച്വലി സനാതനധർമ്മം ആ പദം തന്നെ ഇറ്റേണൽ എത്തിക്സ് എന്നൊരു പദമാണ്. എന്നും നിലനിൽക്കുന്ന ധർമ്മം, എത്തിക്സ്. ആക്ച്വലി അതിനെ ഒരു എറ്റിമോളജിക്കലി അല്ലെങ്കിൽ നിരുക്തം, ഇതാ മലയാളം പറയുന്നത്, എറ്റിമോളജിയുടെ നിരുക്തം. ആ പഠനം വെച്ച് നോക്കിയാൽ ഇതിലൊരു ധർമ്മവും കാണാൻ പറ്റില്ല. നമ്മൾ ധാർമ്മികത എന്ന് പറയുന്ന, എത്തിക്സ് എന്ന് പറയുന്ന, മൊറാലിറ്റി എന്ന് പറയുന്ന ആ സങ്കല്പങ്ങളെ മുഴുവൻ തകിടം മറിക്കുന്ന ഒന്നാണ് വാസ്തവത്തിൽ ഈ ധർമ്മശാസ്ത്രം എന്ന് ഇവർ പറയുന്നത്. ഈ ധർമ്മശാസ്ത്രങ്ങൾ ഒരു പൊളിറ്റിക്സ്, ഓരോ കാലഘട്ടത്തിൽ ഓരോ രാഷ്ട്രങ്ങളുടെ ഭരണം കൈയാളുന്ന പൗരോഹിത്യവും രാഷ്ട്രതന്ത്രജ്ഞന്മാർ. അപ്പോൾ അതൊരു റിലീജിയോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. കാരണം മനുസ്മൃതി ഒരേ സമയം ഒരു പൊളിറ്റിക്കൽ ഗ്രന്ഥമാണ്, അപ്പോൾ തന്നെ അത് ഒരു മതഗ്രന്ഥം കൂടിയാണ്. ഇതുപോലെ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ അർത്ഥശാസ്ത്രവും കൗടില്യൻ്റെ ഒക്കെ ഇങ്ങനെ അതൊക്കെ തന്നെയാണ്. അത് ഭരണഘടനയാണ്, ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുമാണ്, ഒപ്പം തന്നെ അത് മതപരമായ ചിട്ട കൂടിയാണ്. അപ്പോൾ ഒരു ഗോത്രവർഗ സംസ്കാരം നിലനിന്ന കാലത്ത് അതൊക്കെ ഉണ്ടായത് നമുക്ക് ക്ഷമിച്ചു കളയാം. കാരണം മനുഷ്യൻ അത്രയും പ്രാകൃതമായൊരു കാലത്ത് അതൊക്കെ ചെയ്ത് പോയത് പോകട്ടെ, നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ എല്ലാം തിരിച്ചടിച്ചുകൊണ്ട് ഒരു പിന്തിരിപ്പനായ ആശയം ലോകത്തോട് പറഞ്ഞിട്ട് ആ പൂർവികത നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, അതിനെ നമുക്ക് തിരിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു പ്രവണതയായിട്ടാണ് ഇന്ന് സനാതനധർമ്മങ്ങൾക്ക് പൂർവികത അല്ലേ? ഈ പൂർവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ കുന്തത്തിനകത്തുള്ള ഇതിനകത്ത് മെച്ചം എന്തോ ഈ സാധനം അല്ലെ? എന്നെ ചരിത്രപരമായിട്ടോ ജിയോഗ്രഫിക്കിനി ഒന്നും തെളിയിക്കാനാവാത്ത കുറെ മിത്തുകളാണ്. അപ്പൊ ഈ മിത്തുകളെ വെച്ചിട്ട് അതിനെ ശാസ്ത്രമായിട്ടോ റിയാലിറ്റിയൊക്കെ ആയിട്ടോ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശ്രമം, അതെല്ലാം ബാലിശമാണ്. ലാസ്റ്റത്തെ ഒരു സംഭവം കണ്ടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എന്താണ്. അതിനൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്, നമ്മുടെ അമേരിക്ക എന്ന് പറഞ്ഞാൽ അമരകൃഷി പണ്ട് ഇവിടെ ഉള്ളവർ ചെയ്ത സ്ഥലമാണ്, അത് തിരിച്ചു തരണം എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് ഇത്രയും ബാലിശമാണ്. ഏറ്റവും മിത്തുകളെ മുഴുവൻ ഇങ്ങനെ റിയാലിറ്റിയോട് ബന്ധപ്പെടുത്തിയൊക്കെ ചർച്ച ചെയ്യും. ഇതിന് പൂർവികമായ ഒരു അടിസ്ഥാനമൊന്നുമില്ല, ഒരിക്കലും തെളിയിക്കാനും അത് സാധിക്കില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ സനാതന ധർമ്മത്തിനകത്ത് ഇതിൽ ഇത്രമാത്രം മനുഷ്യ സ്നേഹമില്ലാത്ത കാര്യങ്ങൾ
കാരണം ഒരു കൂട്ടർ മാത്രം മതി, ഒരു അപ്പർ കാസ്റ്റ് മാത്രം മതി. അതിനകത്ത് ലോവർ കാസ്റ്റും ബാക്ക്വേർഡ് ക്ലാസ്സും ഒന്നുമില്ല. ഇതിനെ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന ഇവർക്ക് ഇത് ഹൈലൈറ്റ് ചെയ്യാനുള്ള ധൈര്യം എവിടുന്നാണ് കിട്ടുന്നത്? അത് ചരിത്രത്തിന്റെ ഏതോ ഒരു പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം 1 ലക്ഷം വരുന്ന സായിപ്പന്മാരാണ് 3 കോടി വരുന്ന ഇന്ത്യക്കാരെ പണ്ട് ഭരിച്ചത്. 1 ലക്ഷം പേരേ ഉള്ളവർ ആകെ കപ്പാസിറ്റി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1 ലക്ഷം പേരെ വെച്ച് നമ്മൾ 30 കോടി മനുഷ്യരെ, ഇന്ത്യക്കാരെ ലണ്ടനിൽ നിന്നൊരു കമ്പനി മൂക്കേറിട്ട് നമ്മളെ നടത്തിച്ചു. അത് ഭൗതികമായ ശേഷിയാൽ എന്ന് പറഞ്ഞ പോലെ ഈ വിദ്യയും അധികാരവും എല്ലാം കൈയാളിക്കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി, അവരുടെ ബ്രാഹ്മൺസ്, അവരുടെ ഇംഗിതം അനുസരിച്ച് ഭരിക്കുന്ന നമ്മുടെ ക്ഷത്രിയരെ, ഇവർ രണ്ടും ചേർന്നപ്പോൾ ബാക്കി മനുഷ്യര് എല്ലാം പിന്നോട്ടടിക്കപ്പെട്ടു. ഒപ്പം അവരെ പിന്തുണച്ചു നിന്ന മനുഷ്യർക്ക് ചില സൗജന്യങ്ങളും കിട്ടി. ഇതിനപ്പുറത്തേക്കൊന്നും ഇന്ത്യ വളർന്നില്ല. അപ്പൊ ഈ ടെക്നിക്ക് കാലാകാലങ്ങളിൽ അവർക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ സാറ് പറഞ്ഞൊരു വൈരുദ്ധ്യം കൂടെ ഒന്ന് കാണിക്കാനുണ്ട്. ആദരണീയനായ മഹാത്മജി, അദ്ദേഹം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അഹിംസയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം, ആശയം. പക്ഷെ സനാതനധർമ്മത്തിൽ എവിടെയും അഹിംസയില്ല. കൊല്ലരുതെന്നൊരു പദപ്രയോഗമില്ല, നശിപ്പിക്കരുതെന്നൊരു കാര്യമില്ല. അദ്ദേഹം തൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഭഗവത്ഗീതയുണ്ട്. ഈ ഭഗവത്ഗീതയിൽ കൊല്ലാൻ തന്നെയാണ് പറയുന്നത്. അതിലെ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി ഗുരുവാണെന്നോ അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്നോ നോക്കാതെ കൊല്ലാൻ മാത്രം പറയുന്ന വചനങ്ങളാണ്. 700ഓളം ശ്ലോകങ്ങളിൽ മുഴുവൻ കൊല്ലാനാണ് പറയുന്നത്. അവിടെ സ്നേഹിക്കാനില്ല, കരുതാനില്ല, ഗുരുജനങ്ങളെ ബഹുമാനിച്ച് ഉൾക്കൊണ്ടുപോകാനില്ല, നുണ പറയാൻ പ്രേരിപ്പിക്കാനാണ്. ദ്രോണർക്ക് അശ്വത്ഥാത്മാവ് മരിച്ചു എന്നുള്ള ഒരു വ്യാജം ചെന്ന് ധർമ്മപുത്രൻ എന്ന് പറയാം, സൺ ഓഫ് ധർമ്മയാണ്, ധർമ്മപുത്രരെ കൊണ്ട് കള്ളം പറയിക്കുന്ന പ്രമാണമാണ് ആ കയ്യിലിരിക്കുന്നത്. അത് വച്ചിട്ട് ഇത് സനാതനമാണ്, ആത്യന്തികമാണെന്ന് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് വെച്ച്, ഈ സ്ക്രിപ്ചർ വെച്ചിട്ട് അവർക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഇതിൽ മനുഷ്യനന്മയുണ്ട്, സ്നേഹമുണ്ട്, ഇതെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ആ ഉൾക്കൊള്ളലിന്റെ ഒരു പാത അവർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കുറെയൊക്കെ വിജയിക്കുന്നു. എന്തുവാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്? ഇതിൻ്റെ അകത്ത് ധർമ്മം എന്ന് പറയുന്നത് ഡ്യൂട്ടി എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്, ഉത്തരവാദിത്വം. അതായത് അത് തന്നെ അതിൽ തന്നെയാണ് ഈ സത്യത്തിൽ മറ്റേ കാസ്റ്റിസം നിലനിൽക്കുക. ബ്രാഹ്മണന്റെ ഡ്യൂട്ടി അദ്ദേഹം ഈ പൗരോഹിത്യം കൈകാര്യം ചെയ്യുക, ക്ഷത്രം അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുള്ള ഏർപ്പാടുകൾ, വാറ് അത് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഭരിക്കുക, പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുക. ആർക്ക് വേണ്ടി വേണം? ഇത് ബ്രാഹ്മണന് വേണ്ടിയാണ്. കാരണം ഭൂമി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെയാണ്, നമുക്കാർക്കും ഭൂമിയില്ല. 1869 ശരിക്കും ഒരു ആധാരം പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നു, നിയമപരമായ ഒരു ആധാരം. അതുവഴിയുള്ള ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും അറിയപ്പെടും. ദേവസ്വം, ബ്രഹ്മസ്വം, പിന്നെ ഒന്നുകൊണ്ട് പണ്ടാരവക. 3 തരത്തിലാണ് ഭൂമി അറിയപ്പെട്ടത്. അപ്പൊ ആദ്യത്തെ ഭൂമി ദേവന്റെയാണ്. പക്ഷെ ദേവന്റെ ഒരു പ്രശ്നമാണ്, പ്രായം വർദ്ധിക്കില്ല, മൈനറാണ്. അതുകൊണ്ട് ദേവന്റെ പേട്ടനായിട്ടാണ് ശരിക്കും നമ്മുടെ തന്ത്രിമാര്, മേൽശാന്തി എന്നൊക്കെ പറഞ്ഞ കക്ഷികൾ പേട്ടനാണ്. അല്ലെങ്കിൽ നാട്ടിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഈ ദേവന്റെ സ്വത്ത് എന്റെ കസ്റ്റോഡിയൻ. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അയ്യപ്പന്റെ പേരിൽ നമുക്ക് സ്ഥലം ഇപ്പൊ രജിസ്റ്റർ ചെയ്യാം. ഒരു മിത്തിന്റെ പേര് ഏതൊരു ദേവന്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യാം. എന്റെ കസ്റ്റോഡിയൻ ജില്ലാ കളക്ടറാണ്. കാരണം ദേവന് പ്രായം വർദ്ധിക്കില്ല, ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഭൂമിയെ, ഇത്തരം ഭൂമികളെ വിളിച്ചത് ദേവസ്വം. ഇനിയും ബ്രഹ്മസ്വമുണ്ട്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്ന ആളുകൾക്ക് ക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്കും ഭൂമി. അപ്പം ബ്രാഹ്മണർക്ക് ഭൂമിയുണ്ട്. രാജാവിന്റെ ഭൂമിയെ, ബാക്കി വരുന്ന ഭൂമിയെ വിളിച്ചു പണ്ടാരപ്പാട്ടവക. പണ്ടാരം, അതാണ് ഫണ്ടാരം. അത് ശരിയായി ഉച്ചരിക്കാനുള്ള അറിവൊന്നും നമ്മുടെ രാജാക്കന്മാർക്കൊന്നില്ല. കവിതയൊക്കെ പാടുമെങ്കിലും ഭാഷ വളരെ പൈതൃകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അക്കൂടെ തമാശക്ക് എന്നുള്ള പറയാ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ അറിയത്തില്ല എന്നിട്ട് ഇംഗ്രീച്ച് കുമ്പഞ്ചി എന്നാണ് പറഞ്ഞത്. ഇംഗ്രീച്ച് കുമ്പഞ്ചി, അത് വേലുത്തമ്പിതളയുടെ പ്രഖ്യാപനങ്ങളിലെല്ലാം കിടക്കുന്ന ഇംഗ്രീച്ച് കുമ്പഞ്ചി എന്നാണ്. ഒരാൾ കുമ്പഞ്ചി എന്നും പറഞ്ഞു, ഒരാൾ കുമ്പഞ്ചി എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന ഭണ്ഡാരം എന്ന പദപ്രയോഗം. അപ്പോൾ ഭണ്ഡാരവക ഭൂമി, ദേവസ്വം ഭൂമി, ബ്രഹ്മസ്വം ഭൂമി, ഇതൊക്കെ കേണൽ മൺറോ കേരളത്തിലെത്തിയ ശേഷമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം എല്ലാ മനുഷ്യരിലേക്കും എത്തുന്നത്. അപ്പോൾ ബ്രാഹ്മണന്റെ കയ്യിൽ വേദങ്ങളുണ്ട്, ഭൂമിയുണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കുന്ന ക്ഷത്രിയരുണ്ട്, അവര് യുദ്ധം ചെയ്യുന്നു. ബാക്കി കേരളത്തിൽ മാത്രം വൈശ്യരില്ല. അവ ദേശീയത സ്ഥാനത്തേക്ക് കച്ചവടക്കാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ശൂദ്രരാണ്, ശൂദ്രർക്ക് താഴെയാണ് അൺടച്ചബിൾസ് വരുന്നത്. അൺടച്ചബിൾസ് വലിയൊരു ജനാവലിയാണ്. അവരാണ് ശരിക്കും അധ്വാനം കൊടുത്തുകൊണ്ട് ഭൂമിയെ സമ്പന്നമാക്കുന്നത്. പക്ഷെ ആ ഭൂമിയിൽ അവർക്ക് ഉടമസ്ഥാവകാശമില്ല. ഈ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത് കൊണ്ട്, ഇവരുടെ ഇത്രയും സോഴ്സസ് ഉള്ളതുകൊണ്ട് അവർക്ക് അനായാസേന ഒരു സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ അടുത്തൊരു ചോദ്യം എന്ന് പറയാൻ, ഈ 21st സെഞ്ച്വറിക്ക് അത് ഡിജിറ്റൽ ഒരു തലമുറയാണ് ഇന്ന് ഉള്ളത്.
ഇവര് എന്ത് കണ്ടുകൊണ്ടാണ് ഇതിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് വന്ന് എന്താണ് ഇവരുടെ ഉദ്ദേശം? അതായത് ഇത് സാറേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ ലക്ഷ്യങ്ങളൊന്നും അങ്ങനെ വിലപ്പോവില്ല, നടക്കാൻ പോകും. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ ഉയരുന്ന ഈ നമ്മുടെ വിദ്യാഭ്യാസപരമായ അഭിവൃദ്ധി, അത് വിശേഷിച്ച് വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ വന്ന വലിയൊരു മാറ്റം. ആ ഒരു കുതിച്ചാട്ടമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇന്ത്യയുടെ ഇതുവരെയുള്ള പോക്ക് വെച്ച് നോക്കിയാൽ ഇങ്ങോട്ട് വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ വലിയ മുന്നേറ്റം ജനസാമാന്യങ്ങൾക്കിടയിലേക്കുണ്ടായി. അതിന് മിഷൻ സ്കൂളുകൾ പങ്കുവഹിച്ചു. അതുകൊണ്ട് ഈ സനാതനവും ഈ തന്ത്രവും ഒന്നും അങ്ങനെ ഇനി നടക്കാൻ പോകുന്നില്ല. അപ്പൊ അവര് സമീകരിക്കപ്പെടുന്ന, അതായത് ചില പുത്തൻ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ആ പരിപാടി ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ പുതിയൊരു ഏർപ്പാട്, ഈ വാത്മീകി ദലിതനായി അല്ലെങ്കിൽ വേദവ്യാസൻ ദലിതനായി, ഇതൊക്കെ കഥകളാണ്. ഒരിക്കലും അങ്ങനെയൊന്നും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ചർച്ചയ്ക്ക് വന്നാൽ പ്രഥമ റൗണ്ടിൽ തന്നെ തോറ്റു പോകുന്നൊരു കേസറ്റാണ്. എന്നാൽ ഇവർ തന്നെ ഇത് എഴുതി എന്നൊന്നും തെളിയിക്കാൻ പറ്റില്ല. ഇനി ആ കഥയ്ക്കുള്ളിൽ നിന്ന് തന്നെ തെളിവെടുത്താൽ വാത്മീകിയുടെ പിതാവ് വരുണനാണ്. വരുണന്റെ 10ാമത്തെ പുത്രൻ അങ്ങനെ ദലിതനാകുന്നത്. ഇതുപോലെ വ്യാസൻ എന്ന് പറയുന്നത് മുക്കോ സ്ത്രീ ജനിച്ചു. ഈ മുക്കോ സ്ത്രീ എന്ന് പറയുന്നത് പോലും ശരിക്ക് മുക്കോ സ്ത്രീ അല്ലത്. അത് സത്യവതി എന്ന് പറയുന്ന ഒരു അമ്മയില് പരാശര മുനിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്ന കഥയാണ്. ആ കഥയെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര തമാശയും കുറെ അസ്ത്രീയിലും കൊണ്ട്. ഞാനതൊന്ന് 1 മിനിറ്റ് കൊണ്ട് പറയാം, ചുരുക്കി പറയാം. അതായത് ഒരു മഹർഷി, അതേ ഇങ്ങനെ ഒരു രാജാവും, വസു എന്ന് പറയുന്ന ഒരു രാജാവ് മൃഗയ കാട്ടിലേക്ക് പോവാണ്. കാട്ടിൽ അദ്ദേഹം നടക്കുമ്പോഴേ 2 മൃഗങ്ങൾ തമ്മിൽ ഇണചേരുന്ന കണ്ണ. ആ മൃഗങ്ങൾ ഇണചേരുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ബീജസ്ഖലനം സംഭവിക്കുകയും ആ ബീജങ്ങളെ ഒരു എന്താ പറയുക ഇലക്കകർത്തെടുത്ത് പരുന്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വീട്ടിലെത്തിക്കാൻ പറയുക. എന്താണ് അതിന്റെ ലക്ഷ്യം എന്നറിയില്ല. ഇത് കൊണ്ടുവന്ന വഴിക്ക് കാളിന്തി നദിയിൽ വീഴുകയും ഒരു മത്സ്യം അത് ഭക്ഷിക്കുകയും ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ 2 കുട്ടികൾ വളരുകയും ചെയ്തു. അപ്പൊ ഈ മനുഷ്യൻ തന്നെ അദ്രിക എന്ന് പറയുന്ന അപ്സരസ് ആയിരുന്നു. അതിന് ശാപം കെട്ടി മത്സ്യമായതാണ്. ഇത് ഈ പ്രസവിച്ചു കഴിയുമ്പോൾ മനുഷ്യക്കുട്ടികളെ പ്രസവിക്കുമ്പോൾ അത് മാറുമെന്ന് പറയുന്നു. ഈ 2 കുട്ടികളിൽ ഒന്നിനെ രാജാവ് എടുക്കുന്നു. ആൺകുട്ടിയെ, പെൺകുട്ടിയെ വളർത്താൻ ആരുമില്ലാതെ വന്നപ്പോൾ ഒരു മുക്കുവിന് കൊടുക്കും. അപ്പൊ ഈ മുക്കുവിന് വളർത്തി വരുന്ന ഈ പെൺകുട്ടി ഇദ്ദേഹം കടത്ത് നടത്തുന്ന ഒരാളൂടാണ്. അപ്പോഴേക്ക് പരാശരമുനി എന്ന് പറഞ്ഞ ആൾ അത് വേണ്ടി വരുന്നു. അദ്ദേഹത്തിന് കടത്ത് പോകാൻ നേരം ഇദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളോട് പറഞ്ഞു അക്കരയ്ക്ക് വിടാൻ. അപ്പൊ അവിടെ പോകുന്ന വഴിക്ക് ഇവൾക്ക് ഇദ്ദേഹത്തിന് ഇവളോട് താല്പര്യം തോന്നിയിട്ട് ഒരു ദ്വീപ് സൃഷ്ടിച്ച് അവിടെ വെച്ച് ഇവരോട് ശയിച്ച് അങ്ങനെ വ്യാസൻ ജനിക്കുന്നു എന്നാണ്. അപ്പൊ ആ വ്യാസന്റെ ജനന കഥയിൽ എവിടെയും ഒരു തരത്തിലും ദലിതനെയോ ആദിവാസിയോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ആളുള്ളത് വളർത്തച്ഛനായ മുക്കുവനാണ്. അത് വെച്ചിട്ട് ഇത്തരം ആളുകളെ കൂടെ നിർത്താൻ കാരണം എന്താ, ഒരു ആക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇല്ലിറ്ററേറ്റ് ആയ ആളുകളെ വേണം. അതിന് ഈഴവരോ ഒബിസിയോ യാദവരോ ദലിതരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആളാണിത് എഴുതിയത്, നിങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. നമ്മുടെ വേദമെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളല്ല ഇതൊക്കെ ഇട്ടിട്ട് എന്തിനാണ് പോകുന്നത്? നിങ്ങൾ എന്തിനും മതോചിതം ചെയ്യുന്നു? നമ്മളെ ഇത്രയും ശുദ്ധമായ വേദവും ഇത്രയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങളിത് തിരിച്ചു പിടിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന രൂപയുള്ള സംസാരിച്ചുകൊണ്ട് ഒരു ജനതയെ വശത്താക്കാൻ പുതിയ സമീകരണങ്ങളുടെ അല്ലെങ്കിൽ ഉൾക്കൊള്ളലിന്റെ ഒരു പുതിയ പാത ആധുനിക സംഘപരിവാര ശക്തികൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആളുകൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് വളരെ ശക്തമായിട്ട് നേരിടുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ പണ്ട് അവര് ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുമ്പ് നിലനിന്നിരുന്ന ചില സുഖസൗകര്യങ്ങളുണ്ട്, അവർ ആസ്വദിച്ചു പോന്നിരുന്ന കാര്യങ്ങളുണ്ട്. വിശേഷിച്ച് 1857 മുമ്പ് ഇവിടെയുള്ള ആളുകൾ ആസ്വദിച്ചു പോന്നിരുന്ന, വിശേഷിച്ച് ചിപ്പവൻ ബ്രാഹ്മണന്മാർ ആസ്വദിച്ചു പോന്നിരുന്ന ചില അധികാരങ്ങളും സുഖങ്ങളുമുണ്ട്. അതിലേക്ക് തിരിച്ചു കടക്കാൻ കഴിയുമോ എന്നുള്ളൊരു വ്യഗ്രതയാണ്. അവർ ജനാധിപത്യത്തെ ഭയപ്പെടുന്നു. അത് അത്ര എളുപ്പമല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ നമ്മൾ ഈ പല ഹിസ്റ്ററി നോക്കുമ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഈ സംഘ് പരിവാറിൻ്റെ പല ഘടകങ്ങളും, അതായത് പലതും അവർ ഈ സ്വാതന്ത്ര്യത്തെ അനുകൂലിച്ചിട്ടില്ല, ഗാന്ധിജി അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യൻ ട്രൈബ് പതാക അതായത് ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടില്ല. ഗോഡ്സെയൊക്കെയാണ് ഇവരുടെ ഒരു ഹീറോ ആയിട്ട് ഇവർ കൊണ്ടുവരുന്നത്. അപ്പം എന്ത് നറേറ്റീവ്സാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതൊരു വലിയ വിഷയമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആധുനികമായി രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രത്തോടും അതിൻ്റെ സംവിധാനത്തോടും എവിടെയും ഒരു പ്രതിപത്തി ഒരിക്കൽ പോലും സംഘപരിവാരങ്ങൾ കാട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും അവർ വഹിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരോട് ഏതെങ്കിലും തരത്തിൽ അവർ കലഹിച്ചത് അവരുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോഴാണ്. അത് കുറെ എടുത്ത് പറയാനുണ്ട്. ഒന്ന്, ബാലഗംഗാധര തിലകൻ എന്തിനാണ് കലഹിച്ചത്? അദ്ദേഹം കലഹിച്ചത് 8 വയസ്സിൽ നിന്നുള്ള വിവാഹപ്രായം പെൺകുട്ടികളുടേത് 10 വയസ്സാക്കുന്നു, സതി നിർത്തലാക്കുന്നു. ഇതൊക്കെ സംബന്ധിച്ച് ബ്രിട്ടനിൽ ഇറങ്ങിയ പത്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ
ഫൂൽമണിദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്തം വാർന്ന് മരിക്കുകയാണ്, കൊച്ചുകുട്ടി. അവളെ 35-40 വയസ്സുള്ള ആൾ വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ അന്തർദേശീയ വാർത്തയായപ്പോൾ നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മോശപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു. നിങ്ങൾ ഈ വിവാഹപ്രായം ഒന്നും മാറ്റാണ്ട, ഞങ്ങളത് തീരുമാനിച്ചോളാം, വീട്ടിൽ ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറയുന്ന തരത്തിലേക്കാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും എടുക്കാം. പഴശ്ശി രാജാവിനെ എടുത്താൽ എന്താ? പഴശ്ശി രാജായുടെ ലക്ഷ്യം തൻ്റെ അമ്മാച്ചിന് കരം പിരിക്കാനുള്ള അവകാശം, അന്നത്തെ കുറുമ്പ്രനാടൻ താലൂക്കിന്റെ കരം പിരിക്കാനുള്ള അവകാശം തന്നിൽ നിന്നെടുത്ത് കേരളവർമ്മയ്ക്ക് കൊടുക്കുന്നു. ഇനി ചാൻസലറായ ആവശ്യം എന്താണ്? ദത്ത് ഒരു കുട്ടിയെ എടുത്തിട്ടുണ്ട്, കുട്ടിയുടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ദത്തവകാശ നിരോധന നിയമം വഴി കഴ്സൺ പ്രഭു കൊണ്ടുവന്ന ആശയത്തെ എതിർക്കണം. ഇവരാരും ഇന്ത്യക്ക് വേണ്ടി വാദിച്ച് കാണുന്നില്ല. ഇവർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുന്നത് പോലും സത്യത്തിൽ അവർ ആസ്വദിച്ചു വന്നിരുന്ന സുഖങ്ങൾ കൈവിട്ടു പോകുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുണ്ടറ വിളംബരമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ തമാശയാണ്. ആ കുണ്ടറ വിളംബരം മഹാനായ നമ്മളെ ML സാറ് വേലുത്തമ്പിക്ക് 2007 ഒരു സ്മാരകം വന്നു. ഈ കുണ്ടറ വിളംബരം ഒന്ന് വായിച്ചിരുന്നത് ചെയ്യില്ല. അദ്ദേഹം പറയുന്ന കുണ്ടറ വിളംബരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അഴീക്കലും പരിസര പ്രദേശങ്ങളിലും കോട്ടക്കിലും ഈ സ്ഥലങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ ആധിപത്യം ചെലുത്തുന്നതോടെ, രാജ്യം അവരുടെ പക്കൽ എത്തുന്നതോടുകൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ നമുക്ക് പാറാവ് ശക്തി കൂട്ടും, ചെറിയ കുറ്റത്തിനും നമ്മളെ ശിക്ഷിക്കും. ഒടുക്കം പറഞ്ഞവരാണ് തെങ്ങുവരി, തലവരി തുടങ്ങിയ അധിക നികുതികൾ കുടികളിൽ കെട്ടിവെച്ചും, അതുപോലെ ബ്രാഹ്മണ സ്ത്രീകളെ ഇഷ്ടം പോലെ വിവാഹം കഴിച്ചും അവർ നമ്മുടെ ആചാരങ്ങളെ മാറ്റിക്കളയും. അതുകൊണ്ട് ചെമ്പരാമൻ വേലുത്തമ്പി എന്ന ഞാൻ ഇങ്ങനെ നിങ്ങളെ യുദ്ധസന്നദ്ധരാക്കി മുമ്പോട്ടുകൊണ്ടുവരാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കുണ്ടറ വിളംബരം. ഈ കുണ്ടറ വിളംബരം MA സാറ് വായിച്ചു കാണത്തില്ല. വായിച്ചിരുന്നെങ്കിൽ സാംസ്കാരികം എന്നൊക്കെ പറയുന്ന പുരോഗമനപരമായ ആൾക്ക് ഇത്തരം ആളുകളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അപ്പൊ ഇത് കേവലം RSSന്റെ മാത്രം പ്രശ്നമല്ല, സംഘപരിവാരങ്ങളുടെ ഹിന്ദുത്വവാദികളുടെ മുഴുവൻ വിഷയം അവരെ ആശ്രയിച്ചു പോതിരുന്നിരുന്ന സുഖസൗകര്യങ്ങൾ ആധുനികത വന്നപ്പോൾ, ബ്രിട്ടീഷ് ഇന്ത്യ വന്നപ്പോൾ, അതിനുശേഷം വന്ന ഇന്ത്യ വന്നപ്പോൾ അവരുടെ കൈവിട്ടു പോകുന്നു, ജനാധിപത്യം പിടിമുറുക്കുന്നു. ആ ജനാധിപത്യത്തെ ഉള്ള ഭയമാണ് ഇതിന്റെയൊക്കെ ആധാരം. ഇവരുടെ എല്ലാ പ്രവൃത്തികളിലും നമുക്കിത് കാണാനായിട്ട് കൃത്യമായിട്ട് സാധിക്കും. ഒരു ദേശീയ പ്രസ്ഥാനങ്ങളുടെ കൂടിയിട്ടില്ല. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. അവരുടെ എന്താ സേവന പ്രവർത്തനങ്ങൾ, അവരെ ഓർഗനൈസർ, അന്ന് 48 ഇറങ്ങുന്ന ഓർഗനൈസറിൽ പറയുന്നുണ്ട് മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ആണവത്തിന്റെ മുഖപത്രത്തിൽ. പിന്നെയും പറയുന്നുണ്ട് ഈ ഭാരതാംബ, ഈ സങ്കല്പം പോലെ ഒരു മഗധ രാജ്യവുമായി ബന്ധപ്പെട്ട് അന്ന് നിലനിന്നിരുന്ന ചില വാദങ്ങളിൽ അവിടുത്തെ ഒരു രാജാവിന്റെ അമ്മയാണ് ഇന്ന് ഈ ഭാരതാംബയ്ക്കായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഭരണഘടനാപരമായ ഒരു സംവിധാനമോ തത്വങ്ങളോ ഒന്നുമല്ല, ഇന്ത്യക്കാർക്ക് അന്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മിത്തുകളെ യാഥാർത്ഥ്യവൽക്കരിച്ചും പഴയ മാറോട്ടകളെ തിരിച്ചു കൊണ്ടുവന്നും ഒരു പഴയ രാഷ്ട്രസങ്കല്പത്തെ ഒന്ന് പുനരുദ്ധരിച്ച് നിലനിർത്തുക. ഇവര് കൊളോണിയലിസത്തോടൊന്നും കൂട്ടുകൂടിയത് എന്നും ചോദിച്ചു വന്നിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ സംഭവമുണ്ട്. അതായത് ഇന്ത്യയുടെ ചരിത്രം പലതും ഇവർ ബേസിക്കലി ഇത് കുളവാക്കി. ഇല്ല, ഇന്ത്യയുടെ ചരിത്രങ്ങളുണ്ട് പലത്, ഡോക്യുമെന്റഡ് ആയിട്ട് പല ചരിത്രം. അതിനെ ഇവരിതിനെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം ഈ സംഘപരിവാർ ശക്തികളുടെ ഏറ്റവും വലിയ ഭയം ചരിത്രത്തെയാണ്. ആ ഭൂതകാലം അവരെ തിരിഞ്ഞിരുന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് നമ്മുടെ ചങ്ങമ്പുഴയുടെ വാഴക്കുലയിൽ പറയുന്ന പോലെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ ഇറങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാറെന്നൊരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ ഞാനതിന് പറഞ്ഞ ഒരു വിവാദ വിഷയമായി തീർന്ന ഒരു ഫലിതമുണ്ടായി. ഒരിക്കലൊരു ഒരു കോഴി ഒരു പുസ്തകം വായിക്കുക, അത് 101 വരെ ചിക്കൻ കറികൾ അങ്ങനെ ഉണ്ടാക്കാം. ഇത് വായിക്കുമ്പോൾ അതിൻ്റെ ചിറകെടുത്ത് കളയുന്നു, അതിൻ്റെ ശരീരം മുറിക്കുന്നു, അതിലേക്ക് മുളക് പുരട്ടുന്നു, ഉപ്പ് ചേർക്കുന്നു. ഇത്ര വായിച്ചപ്പോൾ കോഴിക്ക് ടെൻഷനായി. ആകെപ്പോഴാണ് വല്ലാതായിട്ട് കോഴി ഇത് വലിച്ചെറിയിട്ട് പറയാം, ഞാൻ ഇതാണോ ഇത്ര നേരം വായിച്ചുകൊണ്ടിരുന്നത്, എന്തെല്ലാം അസംബന്ധമാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കിതാബ് കൊണ്ടു നടക്കുന്ന മഹാന്മാർ ഇതൊന്ന് വായിച്ചാൽ മനസ്സിലാകും ഇതെല്ലാം എവരെതിരെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ബ്രാഹ്മണനും പശുവിനും മാത്രം സുഖം, അങ്ങനെ സുഖമുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും സുഖം എന്ന് പഠിപ്പിക്കുന്നതിനും മത ആശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പഠിക്കാനോ വിശദീകരിക്കാനോ ആളുകൾ മുമ്പോട്ട് പറ്റുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ചരിത്രത്തിൽ നിന്ന് ഈ വസ്തുതകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ചരിത്രത്തെ മാറ്റേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കീഴടി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ എക്സ്കവേഷൻസ് ഉണ്ടാക്കി. ഈ എക്സ്കവേഷൻസ് സംഘപരിവാര ശക്തികളുടെ ഇതുവരെയുള്ള മുഴുവൻ കണക്കൂട്ടലുകളും തെറ്റിക്കുന്നതായിരുന്നു. ആ തെറ്റിക്കുന്ന എന്താണ്? കീഴടി എന്ന് പറയുന്ന നമ്മുടെ വൈഗാനദിയുടെ തീരത്തുനിന്ന് കിട്ടിയ ആ അവശിഷ്ടങ്ങൾ, ശൂന്യാവശിഷ്ടങ്ങൾക്ക് സിന്ധു നദീതീരത്ത് കിട്ടിയ ആ അവശിഷ്ടങ്ങളുമായി സാമ്യമുണ്ട്, എഴുത്തുകൾക്കെല്ലാം സാമ്യമുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഇവിടെ നിന്നും സംസ്കൃതത്തിന്റെ ലിഖിതങ്ങൾ കിട്ടുന്നില്ല. കിട്ടുന്നത് ഏൻഷ്യന്റ് തമിഴിന്റെയോ പാലി ഭാഷകളുടെയാണ്. ദേവനാഗരി ലിപി കിട്ടുന്നില്ല. കുതിര ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവുകൾ കിട്ടുന്നില്ല. അന്നത്തെ മനുഷ്യൻ കുതിര ഉപയോഗിച്ചും തെളിവില്ല.
അപ്പോൾ കുതിരകളും യുദ്ധങ്ങളും ഒക്കെ കൊണ്ട് സമ്പൂർണ്ണമായ മഹാഭാരതവും അതിലെല്ലാം ഇത്തരം ആശയങ്ങളാണ് കാണുന്നതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ പിൽക്കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടതാണെന്നും ഇവർ പറയുന്ന പ്രായമൊന്നും വേദങ്ങൾക്കില്ല എന്നും അതൊക്കെ വളരെ അടുത്ത കാലത്ത് മാത്രം രൂപപ്പെടുത്തിയ സംഗതികളാണെന്നും ചരിത്രം കൃത്യമായി തെളിയിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പരിണിതപരമായി സംഭവിച്ചത് ആ ഗവേഷണത്തിന് നേതൃത്വം കൊടുത്ത ആളിനെ സ്ഥലം മാറ്റിക്കളഞ്ഞു. സ്ഥലം മാറ്റിയപ്പോൾ അദ്ദേഹം ആത്മാഭിമാന ബോധമുള്ളതായിട്ടായിരുന്നു ജോലി രാജിവെക്കുന്നു. കോട്ടിപ്പോയി സ്റ്റാലിൻ കോട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ കോർട്ടിന്റെ ഉത്തരവ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ആ ചുമതല മാറ്റി തമിഴ്നാട് ആർക്കിയോളജിക്കൽ സർവേക്ക് കൊടുത്തു എന്റെ ചുമതല. ഇപ്പൊ കീഴടിയിൽ നടക്കുന്ന ആ ഗവേഷണം, ഇത്തരം പഠനങ്ങൾ, ആർക്കിയോളജിക്കൽ സർവേയും അതുപോലെ ചരിത്ര പഠനവും ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് സംഘപരിവാർ ശക്തിയിലെയാണ്. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടക്കാരെ ഇങ്ങനെ തിരികെ കയറ്റി ഈ സ്ഥലങ്ങളിലൊക്കെ ഇരുത്തിക്കൊണ്ട് ചരിത്രത്തെ കൃത്യമായി വളച്ചൊടിച്ചെങ്കിലേ ഇനി വരുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു ബോധ്യം അവരിൽ വന്നുപെട്ടിട്ടുണ്ട്. അതാണ് കാര്യം. വേറെ കാര്യം ചോദിക്കട്ടെ, ഇവർക്ക് ഇത്രമാത്രം ഈ ദ്രാവിഡിയൻ കൾച്ചറിനെയും ദ്രാവിഡിയൻ അതിൻ്റെ റവല്യൂഷനെയും ഭയക്കുന്നതിൻ്റെ കാര്യം എന്തോ? അതൊരു വസ്തുതയാണ്. സാറിന് അത് കുറെ കൂടെ അനുഭവസമ്പന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ. എൻ്റെ ഒരു കാരണം, ഈ ആദിവാസികളും ദലിതനും മറ്റു പിന്നോക്കരും അടങ്ങുന്ന ഒരു സമൂഹം അവർക്ക് അന്യമായിരുന്ന ഒരു അറിവ് കൈപ്പറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. വിശേഷിച്ച് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ സന്ദർശിക്കുകയോ മറ്റ് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധം വരികയോ കുറഞ്ഞ വർഷം മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ കാണുകയും ചെയ്യുമ്പോൾ ലോകം ഇതല്ല എന്നൊരു ചിന്തയിലേക്ക് അവൻ എത്തുന്നു. പഴയ തക്കാളി കൃഷി ചെയ്യാനും ഈ കുതിരയെ കുളിപ്പിക്കാനും സെമീദാർമാരുടെ അടിമയായിരിക്കാനും നിൽക്കേണ്ടവനല്ല ഞാനെന്നുള്ള ഒരു വകതിരിവിലേക്ക് അവനെത്തും. ഈ വരുന്ന ഒരു വലിയ ബോധ്യം അവനിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പരിവർത്തനം. ആ പരിവർത്തനം ഇവരുടെ മിത്തുകളെ പരിലാളിക്കുന്ന ആ മാനസികാവസ്ഥ വിട്ട്, അല്ലെങ്കിൽ ഞാൻ അടിമയായി ഇവന്റെ പാദം കഴുകേണ്ട ആളാണ് എന്നത് വിട്ട് ഞാൻ മനുഷ്യരാണ് എന്നൊരു ബോധത്തിലേക്ക് അവൻ എത്തുകയും ആ ഉയരങ്ങൾ അവൻ കീഴടക്കുമ്പോൾ ചരിത്രം തികഞ്ഞ് ശിക്ഷിക്കപ്പെടുമോ പിന്തള്ളപ്പെടുമോ എന്നൊരു വ്യാധി, ഒരു ആകുലത സ്വാഭാവികമായിട്ട് അവരെ ഭരിക്കുന്നുണ്ട്. പക്ഷെ ആ ചരിത്രം തിരിഞ്ഞുള്ള ശിക്ഷയിലൊന്നും അർത്ഥമില്ല. കാരണം അതും തെറ്റാണ്. ചരിത്രം തികഞ്ഞ് ഭൂതകാലം തിരിഞ്ഞ് ചിലരെ ശിക്ഷിക്കുക എന്ന് പറയുന്നതും ഒരു നീതിയല്ല. കാലത്ത് അതിന്റെ നേരകാലമാണ് അവന് ശാസ്ത്രീയമായി മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഭൂതകാലത്ത് മനുഷ്യൻ ചെയ്ത കുറ്റത്തിന് ബ്രാഹ്മൺസിനെയോ ഒന്ന് ഇനി തിരഞ്ഞു പിടിച്ച് ഭൂതലമുറയോട് അത് പക വെച്ചുകൊണ്ടിരിക്കുക, അതൊരു വാദവും നമുക്കില്ല. മനുഷ്യത്വം, മാനവികത ഈ ആശയത്തിൽ ഊന്നിക്കൊണ്ട് നാം എല്ലാവരും മനുഷ്യരാണെന്നുള്ള ജീവശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തെ ദൈവശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടാൽ മതി. നിർഭാഗ്യവശാൽ അവർക്ക് അങ്ങനെ ദൈവശാസ്ത്രം ഇല്ലാത്തതാണ് പ്രശ്നം. ബാക്കി എല്ലാ മനുഷ്യർക്കും ഒരപ്പൻ ഒരമ്മ, അവരുടെ സൃഷ്ടിയാണ് മനുഷ്യനെന്നുള്ള ഒരു ദൈവശാസ്ത്ര സങ്കല്പമുണ്ട്. ഇവല്യൂഷൻ തന്നെ എടുത്താലും അത്തരം ഒരു സങ്കല്പമാണ്. ഒരാളിൽ നിന്ന് മനുഷ്യകുലം മുഴുവൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഓരോ തരത്തിൽപ്പെട്ടവനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജാതീയമായി സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു തത്വസംഹിത ഇരിക്കൊണ്ട് അവർക്ക് കാലത്തുറപ്പൊന്നും ചേർന്ന് പോകാൻ പറ്റില്ല. ഈ കിത്താവുമായിട്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നവീകരണം സാധ്യമല്ല. ഹിന്ദുയിസത്തെ പരിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഇവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ, അതായത് ബെനിങ്ടൺ മാക്കലിൻ അതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ അനിലിനോട് പറയാം. നമ്മുടെ ശശി തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു വേറെയാണ് ഹിന്ദുത്വം വേറെയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? എന്ത്? ബേസിക്കലി ഹിന്ദു വേറെയാണ് ഹിന്ദുത്വം വേറെയാണ്. ഒരു ഹിന്ദുവിനും ഹിന്ദുത്വവാദിയാകാൻ പറ്റില്ല. എൻ്റെ കാര്യമുണ്ട്. അതിനെപ്പറ്റി അദ്ദേഹം ശശി തരൂരിന്റെ ഞാൻ എന്തുകൊണ്ട് ഹിന്ദു ആണ് എന്നൊരു കൃതിയുണ്ട്. അത് അതിലൊരു വസ്തുതയാണ്. കാന്തയ്യ ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല എന്ന് പറയും. അതുപോലെ തന്നെ ഒരു വിപരീതമാണ് ശശി തരൂർ പറയും. ഇപ്പൊ ശശി തരൂർ അങ്ങനെ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രം വാദമല്ല. ഇതിനെ നമുക്ക് രണ്ടു മൂന്ന് തരത്തിൽ കാണാനായിട്ട് പറ്റും. ഒന്ന്, ഈ സ്യൂഡോ, അല്ലെങ്കിൽ നമ്മൾ സ്യൂഡോ എന്നൊരു പദം വേണ്ട, ക്രിപ്റ്റോ ഹിന്ദുസ് ഉണ്ട്. ക്രിപ്റ്റോ സനാതന ധർമ്മിയും ക്രിപ്റ്റോ സനാതന ധർമ്മം അത് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഒക്കെ ഉണ്ട്. സാർ അതിന്റെ അറിയേണ്ടത്. ഇപ്പൊ മാർസിസം നന്നായി പഠിച്ച ഒരാളിത്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെയൊക്കെ പേര് ക്രിസ്ത്യൻ സ്വഭാവമുള്ള പേരാണ്. സോള ഗ്രേഷ്യ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്, ഗ്രീക്ക് പേരുകളാണ്. സോള സോഫിയ, അതിൻ്റെ അർത്ഥം ഗ്രേസ് എലോൺ, നോളജ് എലോൺ, ക്രൈസ്റ്റ് എലോൺ എന്നൊക്കെയാണ്. കാരണം എന്നെ അത്രമാത്രം ക്രിസ്ത്യാനിറ്റി സ്വാധീനിക്കും. എന്തുകൊണ്ടൊരു മാർസിസ്റ്റ് ചിന്തകനെ മാർസോ ലെനിനോ സ്വാധീനിക്കുന്നില്ല? കുഞ്ഞിന് മാർസെന്നോ എംഗൽസെന്നോ ചെഗുവേരയെന്നോ അല്ല പേര് വരുന്നത്. ഈ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു പേര്, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ പേര്, മുസ്ലിം ആണ് മുസ്ലിം പേര്. കാരണം റിലീജിയനാണ് സ്വാധീനിക്കുന്നത് മനുഷ്യനെ. എന്ന് പറഞ്ഞ പോലെ ആദരണീയനായ ശശി തരൂർ ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്. അദ്ദേഹം തുലാഭാരം ചെയ്യുന്നുണ്ട്, അദ്ദേഹം ശത്രു സംഹാര പൂജ നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഏർപ്പാടും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തെറ്റൊന്നാണെന്നല്ല പറഞ്ഞത്.
പക്ഷെ ഉന്നതമായി ചിന്തിക്കുന്ന മനുഷ്യർ പോലും ഇത്തരത്തിലെ ചില മിത്തുകൾക്കും ചില ബിലീഫിനും ഒക്കെ അടിമകളാണ്. അപ്പോൾ അവർക്ക് താൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറയാൻ വേണ്ടി ഇതിനെ ഒന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിലൊരു മിതവാദി കിടപ്പുണ്ട്. അതായത് ഒരു ലിബറലായ മാനസികാവസ്ഥ. എക്സാമ്പിൾ നമ്മുടെ വാജ്പേയി, അദ്ദേഹം നല്ല ലിബറലായ ഉദാരതയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തെ എടുത്ത് കാണിക്കുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടില്ലേ. പക്ഷെ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു അപകടകാരികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദാരതയ്ക്കല്ല കാത്തിരിക്കുന്നത്, റൈറ്റിന് വേണ്ടിയാണ്. എനിക്ക് ഔദാര്യം വേണ്ട, എൻ്റെ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിന്ത നിലനിൽക്കുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകൾ, നമ്മുടെ നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ ഐക്കൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരേ സമയം ഈ ഹിന്ദുത്വത്തെ തള്ളാനും പറ്റുന്നില്ല, മാനവികതയുടെ ഉയർന്ന മൂല്യങ്ങളുടെ പിന്നാലെ പോകാതിരിക്കാനും കഴിയാത്തൊരു ബേഡൻ കമ്മ്യൂണിറ്റി, സമൂഹം, സൊസൈറ്റി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഹിന്ദുത്വത്തിന്റെ രണ്ടായി വായിക്കേണ്ടതല്ല, ഒരിക്കലുമല്ല. അത് രണ്ടും രണ്ടായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് നമ്മുടെ ഫേസ്ബുക്കിൽ വന്നൊരു രസകരമായ കാര്യം പറയാം. എല്ലാ മനുഷ്യനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഹിന്ദു ഗോഡാണ് ഈ കൃഷ്ണ എന്ന് പറയും. അപ്പൊ ഈ കൃഷ്ണനെ പോലെ വീട്ടിലൊരാളായി കഴിഞ്ഞാൽ അതിനെ വീട്ടുകാരും അംഗീകരിക്കത്തില്ല. അതെന്തൊരു തരം വിരോധാഭാസമാണ്. അപ്പൊ പിന്നെ കൃഷ്ണനുടെ സരണിയാണോ ഹിന്ദുയിസം എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. അല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നേ? എന്നോട് ചോദിക്കുക, ക്രിസ്തു സരണിയാണോ, വേ ഓ ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ് ആണോ ക്രിസ്ത്യാനിറ്റി? ക്രൈസ്റ്റിനെയും ക്രൈസ്റ്റിന്റെ ലൈഫിനെയും സെയിം ബോളിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എനിക്കൊരു ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യാൻ വയ്യ. ബൈബിളിനെ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ ന്യൂ ടെസ്റ്റമെന്റിനെ മാറ്റിക്കൊണ്ട് ക്രിസ്ത്യാനിയും ക്രിസ്തീയതയും രണ്ടാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും അത് സാധിക്കില്ല. അത് നിലവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വാല്യൂസ് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ കാണുമ്പോൾ ഞാൻ അതിനൊപ്പം ഇല്ല. ഉദാഹരണമായിട്ട് ഞാൻ ഗാന്ധിയെ കൊന്നവർക്കൊപ്പം ഇല്ല, പക്ഷെ ഇതാണ് ശരി. നമ്മുടെ രാഹുൽ ഈശ്വറും ഒക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. രാഹുൽ ഈശ്വറും നമ്മുടെ ശശി തരൂരും ഒക്കെ ഏതാണ്ട് ഒരേ ആംഗിളിലാണ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. അതേ സനാതന ധർമ്മിയാണ്, ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇതിനെ ലോകത്തെ കാണും. അങ്ങനെ കുറെ പേരുണ്ട്. അതേപോലെ കാച്ചാര്യയുടെ കാര്യം ഇപ്പം അല്ല് പറഞ്ഞു. ഇപ്പം കാച്ചാര്യ പറയുന്നത് ഞാനൊരു ഹിന്ദു അല്ല, അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അംബേദ്കർ പറഞ്ഞ അദ്ദേഹം ഹിന്ദു ആകണ്ട. അതിനെ ഇഷ്ടമായത് അത് കാഞ്ചേലയ്യ പറയുന്നതും അംബേദ്കർ പറയുന്നതിന് രണ്ട് ആംഗിളിൽ എടുക്കണം. ഒന്ന്, കാഞ്ചേലയ്യ തിയററ്റിക്കൽ അല്ലാതെ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ, ഇമോഷണലാണ്. ഇത്തരം പ്രശ്നങ്ങളെ വൈകാരികമായി അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, അതിനെ ഗ്രാസ് റൂട്ട് ലെവലിൽ എടുത്തു കളയണമെങ്കിൽ രോഗത്തെ അടിസ്ഥാനപരമായി പഠിക്കേണ്ടത്. അതായത് ഇത് സമൂഹം പറഞ്ഞൊരു അപകർഷതാബോധത്തിൻ്റെയോ അവസര നിഷേധത്തിൻ്റെയോ ഒന്നൊരു പ്രശ്നമല്ല, കളറിൻ്റെ പ്രശ്നമല്ല, ഭക്ഷണത്തിൻ്റെ പ്രശ്നമല്ല, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമല്ല, അവഗണനയുടെ പ്രശ്നമാണ്. ഇതിനൊക്കെ അപ്പുറത്ത് അടിത്തട്ടി കിടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ വേരോട് മാന്തിപ്പറിച്ച് കളയേണ്ട ഒന്നാണ്. കറക്റ്റായി ആ നിരീക്ഷണം നടത്തിയ ആൾ അംബേദ്കർ തന്നെയാണ്. അംബേദ്കർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്കിതിനെ ഒന്ന് വെള്ളപൂശിപ്പം പോവാം, അതല്ല വേണ്ടത്. പക്ഷേ ഈ ബിംബങ്ങളൊക്കെ വെച്ച് വേണ്ടി ഡൈനാമിറ്റ് വെച്ച് തീർക്കണമെന്നാണ്. ഹിന്ദു ദൈവങ്ങളെ, ആ ആശയങ്ങളെ ഡൈനാമിറ്റ് വെച്ച് തീർക്കണം, എങ്കിലേ നിലനിൽക്കാനാവൂ എന്ന് തന്നെ പറയുന്നത്. അതിന്റെ കാരണം നീതിയുടെ, സമഭാവനയുടെ, സമത്വത്തിന്റെ ഒരാശയവും അവിടെ കാണാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല അംബേദ്കർ ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല എന്ന് പറയുന്നതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു എലമെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നു. ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തെ ബഹിഷ്കരിച്ച ആളാണ് മഹാത്മജി. പോകുന്നില്ല എന്ന് ചിന്തിച്ചു. പക്ഷെ അതിലേക്ക് നമ്മുടെ അംബേദ്കർ പോവാണ്. അംബേദ്കർ അവിടെ ചെന്നിട്ട് അതിന് മുമ്പ് രൂപപ്പെടുന്ന സൈമൺ കമ്മീഷൻ ഉണ്ട്, 1909 മിൻഡോ മോർലി പരിഷ്കാരമുണ്ട്. അതെല്ലാം കഴിഞ്ഞു ചെംസ്ഫോർഡ് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഉണ്ട്. ഇവിടെ എല്ലാം നിന്നുകൊണ്ട് കൃത്യമായി ഈ രാജ്യത്തെക്കുറിച്ച് പാശ്ചാത്യർ പഠിച്ചു, ഇവിടുത്തെ വ്യത്യസ്തതകൾ പഠിച്ചു. അപ്പോൾ അവരെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ രാജ്യത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളും പാഴ്സികളും എങ്ങനെയാണ്. ഇതുപോലൊരു ന്യൂനപക്ഷമാണ് എന്ത്. ഇതാണ് അംബേദ്കർ മുമ്പോട്ട് പറയാൻ വെച്ചത്. ഞങ്ങൾ ഹിന്ദുക്കളല്ല. ഇങ്ങനെയാണ് ഈ അൺടച്ചബിൾസ് ആരാണെന്നുള്ളതിനെ പറ്റി ഒരു സർവേ നടക്കുന്നുണ്ട് 1835. ആ അൺടച്ചബിൾസിന്റെ 10 ലക്ഷണം പറയുന്നു. ആ 10 ലക്ഷണങ്ങളൊന്ന്, ബ്രാഹ്മണ വേദങ്ങളെ അംഗീകരിക്കാത്തോ അതിന്റെ ആധികാരിയെ, ബ്രാഹ്മണ പുരോഹിതന്മാരുടെ സേവനം മരണാനന്തര ചടങ്ങിലോ ജീവിതത്തിലോ ഒന്നും കിട്ടാത്തവർ. അടുത്തത്, പശുവിനെ പശുവായി കാണുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ 8-10 ലക്ഷണങ്ങളുണ്ട്. ബാലിശവും നമുക്ക് തോന്നാം, പക്ഷെ അത് വലിയ പൊളിറ്റിക്സ് ആണ്. ഇത്തരം 10 ലക്ഷണങ്ങളോടുകൂടി അൺടച്ചബിൾസിനെ ശരിക്കും ഐഡന്റിഫൈ ചെയ്തപ്പോൾ അംബേദ്കർ പറഞ്ഞു വി ആർ നോട്ട് ഹിന്ദുസ്. ഇതാണ് പറഞ്ഞത്. ഇതേ ശബ്ദം തന്നെ SNDP മുമ്പോട്ട് വെച്ചിരുന്ന ഒന്ന്. SNDPയുടെ ഈ മാധവൻ നമ്മുടെ ബിനോയ് വിശ്വം, CPIയുടെ നേതാവ് ബിനോയ് വിശ്വത്തിന്റെ ഭാര്യയുടെ പിതാവോ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലേ, ഭാര്യയുടെ മാതാവിന്റെ അപ്പനും മറ്റുമാണ്. SNDP യോഗത്തിന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ വരുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ്.
അദ്ദേഹം പറഞ്ഞത് വി ആർ നോട്ട് ഹിന്ദുസ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സ്വതന്ത്ര സമുദായം. അതിനകത്ത് ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഞങ്ങൾ ഹിന്ദുക്കളല്ല, അതൊന്ന് നിരോധിച്ചതാണ് തിരുവിതാംകൂറിൽ. ആ പുസ്തകം ഇപ്പോൾ കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ശൂദ്രാസ്ത്രം നമ്മുടെ നായർസ് വരെയുള്ള കമ്മ്യൂണിറ്റിക്ക് ശരിക്ക് ഹിന്ദു ആകാൻ പറ്റൂ, ബാക്കി ആർക്ക് ഹിന്ദു ആകാൻ ഒരു വേദഗ്രന്ഥം വെച്ച് സാധിക്കില്ല എന്ന സാമാന്യ തത്വമാണ് അംബേദ്കർ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല എന്ന് പറയുന്നത് തിയററ്റിക്കലായിട്ടാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. അതായത് പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കാരണം ചില കാര്യങ്ങളിൽ ഞാൻ ഈ നോർത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ദളിത് കമ്മ്യൂണിറ്റിയും ബാക്ക്വേർഡ് ക്ലാസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ മാനസികമായിട്ട് നേരത്തെ പറയാൻ പേടിയായിരുന്നു. പക്ഷേ ഇപ്പോഴവർ ഓപ്പണായിട്ട് പറയുന്നു അവർ ഹിന്ദു അല്ല, ഹിന്ദുക്കളല്ല, അവർക്ക് അമ്പലത്തിൽ പോകാൻ താല്പര്യമില്ല. അപ്പം ഒരു 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 കാലം വരുന്നുണ്ട് ഇതിനെ റിജക്റ്റ് ചെയ്യുന്നൊരു സമയം ബാക്ക്. അതായത് അവന് ഹിന്ദു അല്ല, അവരുടെ ഐഡൻറ്റിറ്റി ഹിന്ദു അല്ല എന്ന് പറയുന്നൊരു സമയം വരുന്നു എന്ന് അനിലിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിന്റെ കാരണം ഈ സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ വശപ്പെടുത്തി വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ കൺവേർഷൻ എന്നൊരു ആശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എതിർക്കുന്നത്. വാസ്തവത്തിൽ അംബേദ്കർ കൺവേർഷനെ മുമ്പോട്ട് വച്ചത് ഒരു വിപ്ലവമായിട്ടാണ്. അത് ഹിന്ദുയിസത്തിന് നന്നാകാനുള്ളൊരു മുന്നറിയിപ്പാണ് കൺവേർഷനെ വെച്ചത്. എന്നിട്ട് എവിടെയും നിങ്ങൾ കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്, എങ്ങോട്ടും, അല്ലാതെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരാനല്ല പറഞ്ഞത്. എവിടെയും അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പക്ഷക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം പണം കൊടുത്ത് ഫണ്ടിങ് നടത്തി പോയി എന്ന് പറയാതിരിക്കാനാണ് ഈ ബുദ്ധിസം തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല ഒരു ഇന്ത്യയിൽ രൂപപ്പെട്ട ദർശനമാണ്. അപ്പോൾ അദ്ദേഹം അത് തിരഞ്ഞെടുത്ത് ദുഷ്പേര് സമ്പാദിക്കട്ട 5 ലക്ഷം അനുഗാമികളെയും കൊണ്ടൊരു മാസ് കൺവേർഷൻ. ഇപ്പൊ കൺവേർഷൻ എന്ന് പറയുന്നത് നാളെ ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്ക് പരിവർത്തനം ഉണ്ടാകണം, അവർക്ക് തോന്നണം ഞങ്ങൾ ചെയ്തു പോയ തെറ്റാണ്, ഈ ഗ്രന്ഥങ്ങളെല്ലാം ചുട്ടരിച്ച് കളയണം, ഇതല്ലാത്തൊരാശയം അവർ മുമ്പോട്ട് വെക്കണം. ഇതിനു വേണ്ടിയാണ് ആ ചെയ്തത്. അപ്പോൾ നാളെ ഇതിനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകം മാറേണ്ടി വരും. സാർ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കാം, ലോകത്ത് പ്രൊട്ടസ്റ്റുകൾ എല്ലാം ഉയർത്തുന്ന ഒരു ഐക്കനാണ് അംബേദ്കർ. അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റുകൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു ഫോട്ടോ അംബേദ്കറുടേതാകുന്നതുകൊണ്ട് അവിടെ ഒന്നും ഇത്ര അൺടച്ചബിൾസും വെലുസും ഒന്നും ഇല്ല. ആ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടക്കുന്ന ഇടത്ത് എങ്ങനെ ഈ മനുഷ്യൻ ഇത്ര സ്വാധീനിക്കപ്പെട്ടു, ഇദ്ദേഹം എങ്ങനെ അവിടെയും ചെന്നു. അപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നത് ഇവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ജീവിച്ചിരിക്കുന്ന അംബേദ്കറൊക്കെ കരുത്തനാണ്, മരിച്ചുപോയ അംബേദ്കർ ഓരോ ഘട്ടം കഴിയും തോറും ഇവരെ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിന് ദളിതുകളുടെ മുമ്പിൽ ഈ ഐക്കൺ കൃത്യമായിട്ടുണ്ട്, അവരതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം മിഷണറിമാരുടെ ഇടപെടലാണ്. മിഷണറിമാർ ഈ സ്ഥലങ്ങളിൽ ചെന്ന് ഇവർക്ക് കൊടുക്കുന്നത് വിദ്യാഭ്യാസമാണ്, അടിസ്ഥാന വിദ്യാഭ്യാസങ്ങൾ. 10-15 കൊല്ലം നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ എന്നെപ്പോലൊരാളെ ഒരു കാര്യം ആ ലക്ഷ്യത്തിന് വേണ്ടി കൃത്യം ഞാൻ കമ്മിറ്റഡാണ്, അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും റെഡിയാണ്. അങ്ങനെ പകരുന്ന ആ ആന്തരികമായ ധൈര്യം ഒന്ന്. ഞാൻ പിന്നെ അതിൻ്റെ ഒരു ആത്മീയവശം കാണുന്നത് ഒരു ദൈവകൃപ അവരോട് കൂടെ ഉണ്ട്, ഇതിനെ ചെറുക്കാൻ അവർക്ക് സാധിക്കും. അനധിവിദൂര ഭാവിയും നമുക്ക് അത്തരം വലിയ മാറ്റം കാണാൻ തന്നെ സാധിക്കുമെന്നുള്ള നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച്. നല്ലൊരു ടോപ്പിക്കായിരുന്നു. ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് പാസ്റ്റർ അനിലുമായിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. വലിയ സന്തോഷം.